ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്കിന്ന് വെറൈറ്റിയായി ഒരു കടച്ചക്ക തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ ഉണ്ടായ കടച്ചക്കയാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലാത്തിച്ചക്ക. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മൂക്കും തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇതെൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അവളങ്ങനെ അത്ര കഴിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ എനിക്കും എൻ്റെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ സ്കൂളിൽ കൊടുത്തു വിടും അവൾക്ക്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഭക്ഷണം വേസ്റ്റാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടെങ്കിലും അവൾ കഴിച്ചോളും. ഒരു വിഷമൊന്നും ഇല്ലാത്ത സാധനമല്ലേ, അതുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു വിടും. അപ്പം നമുക്കിതിൻ്റെ തൊലിയും മൂക്കൊക്കെ ചെത്തിയെടുക്കാം. ചോപ്പിംഗ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് ഇങ്ങനെ കുത്തിരുന്നിട്ട് മുറിക്കാനാണ് ഇഷ്ടം. അങ്ങനെ മൂക്കും തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിത് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഞാനിത് മുറിക്കുന്നതിന് മുമ്പേ കൈക്ക് എണ്ണ പുരട്ടീന് കേട്ടോ. കാരണം എന്താണെന്ന് ഇത് കൈക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലേ, ഇതിനൊരു വളഞ്ഞറില്ലേ, അതുകൊണ്ട് എണ്ണ പുരട്ടിയിട്ടാണ് മുറിക്കുന്നത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിക്കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിക്കാം. കുറച്ച് വെള്ളവും ചേർക്കാം, ഉപ്പും മഞ്ഞളും ചേർത്ത് അടച്ച് വയ്ക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഒന്ന് ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കി നമുക്കിതിലേക്ക് ചേർക്കാം. പുളിശ്ശേരി അവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറം തോരന് വെച്ച കടച്ചക്ക എന്തായെന്ന് നോക്കാം. ഇതിൽ ഇത്തിരി വെള്ളം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് വറ്റിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഒന്നുകൂടി തുറന്ന് നോക്കാം എന്തായെന്ന്. ഇപ്പം വെള്ളമൊക്കെ വറ്റി. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ചേർത്തു. ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇനി നമുക്ക് കടുക് താളിക്കണം. ഇതാണ് ഈ തോരയിലെ പ്രധാന ചേരുവകൾ. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്ന വറ്റമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കുന്നതിൽ ഈ വറ്റമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കടുക് പൊട്ടുമ്പം അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് താളിച്ചിടണം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിന് നല്ല മണവും നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഒന്ന് നിങ്ങളും കൂടി ട്രൈ ചെയ്യണേ. അങ്ങനെ കടുക് താളിച്ചിട്ടു. അങ്ങനെ കടച്ചക്ക തോരൻ തയ്യാറായി. ഇനി നമുക്ക് ഏട്ടനും കൊണ്ടുപോകേണ്ട പാത്രത്തിലാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.